നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിപിഎമ്മിലെ നിലവിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തെളിയിക്കുന്നത് പാർട്ടിയിൽ വ്യക്തി കേന്ദ്രീകൃത സ്വഭാവം വർദ്ധിച്ചു വരുന്നു എന്നാണ്. എക്കാലത്തെയും പ്രബലമായി കുടുംബവാഴ്ച ആരോപണങ്ങളും ഉയരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പുതിയ രാജവാഴ്ച കാലമാണ് ഇപ്പോൾ എന്നും ആരോപിക്കും വിധമാണ് കാര്യങ്ങൾ. പിണറായിയുടെ കരുനീക്കങ്ങൾ കൂടുതൽ പ്രകടമാകുന്ന സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തിപൂജയ്ക്കും കുടുംബവാഴ്ചയ്ക്കുമെതിരെ എന്നും ഘോരഘോരം പ്രസംഗിക്കാറുള്ള പാർട്ടിയാണ് CPM. ഇന്ന് കേരളത്തിലെ CPM ചെന്നെത്തി നിൽക്കുന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അപജയത്തിലാണ്. പാർട്ടി എന്ന പ്രസ്ഥാനം പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും പാർട്ടി പദവികൾ കുടുംബാംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും വീതം വയ്ക്കുന്ന ഒരു സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഈ ആക്ഷേപം ഇന്ന് അണികൾക്കിടയിൽ പോലും ശക്തമാണ്. കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ നിസ്സഹായരായതാണ്. ആ നിസ്സഹായത നിങ്ങളുടെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മുട്ടാണോ അല്ല വേറെയാണോ? നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നിങ്ങളെന്തോ ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ള മട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ ചെണ്ടയെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഏതോ പുറത്തുള്ള വല്ല പ്രകടനക്കാരോ മറ്റു ജാഥക്കാരോ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള പരിപാടിക്കാരോ ആണ്. നിങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണെന്നാണ് ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് കാണുന്നുണ്ട്. നല്ലത് തന്നെ. CPMൽ പണ്ട് നിലനിന്നിരുന്ന ജനാധിപത്യപരമായ ചർച്ചകൾ ഇന്ന് പഴങ്കഥയാണ്. താഴെത്തട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളല്ല, മറിച്ച് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ന് നടപ്പാകുന്നത്. ഓരോ ജില്ലയിലും ആരൊക്കെ മത്സരിക്കണമെന്നത് പിണറായി വിജയന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. ക്യാപ്റ്റൻ എന്ന വിശേഷണത്തിലുള്ള പാർട്ടിക്ക് മുകളിൽ ഒരാളെ പ്രതിഷ്ഠിച്ചപ്പോൾ CPM അതിൻ്റെ വിപ്ലവവീര്യം പണയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും കാണുന്നത്. പിണറായിയുടെ ഇഷ്ടമുള്ളവർക്ക് മാത്രം സീറ്റ് എന്ന നയം പാർട്ടിയെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നയിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന CPM ഇക്കുറി സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രശ്നങ്ങൾ പൊല്ലാപ്പുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അത് എല്ലാ ജില്ലകളിലും തന്നെ അത് ബാധകമാണ്. പാർട്ടി ഏറ്റവും പ്രധാനമായിട്ട് ജയസാധ്യതയാണ് ഏറ്റവും പ്രധാന ഘടകം. അതിനകത്ത് ടൈം വ്യവസ്ഥകൾ പോലും ജയസാധ്യതയുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ വെട്ടിനിരത്തൽ പോലെ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവരല്ലാത്ത, മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്ത പലരെയും അവരെത്ര പ്രമുഖരായാലും അവരെ വെട്ടി മാറ്റുന്ന ഒരു സാഹചര്യം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ എത്രത്തോളം ബാധിക്കും. കണ്ണൂർ ജില്ലയിലൊക്കെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശൈലജയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ ജയസാധ്യത ഇല്ലാത്തൊരു സീറ്റിലേക്ക് കൊണ്ട് മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ എതിർപ്പുകൾ വരുന്നു. അതുപോലെ P. ജയരാജന്റെ പേരും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതും എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുക, കണ്ണൂരിലെ പാർട്ടി കേഡർമാർ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുക എന്ന കാര്യം ഒക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും സ്ഥാനാർത്ഥി നിർണയം സാധാരണഗതിയിൽ UDFൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുവരാറ്. പക്ഷെ UDF ആദ്യത്തെ 50 പേരുടെ പട്ടിക ഏത് നിമിഷവും പുറത്തു വിടാൻ കഴിയുന്ന രീതിയിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റുകളിൽ അതുപോലെ തന്നെ ഒറ്റ പേരുകൾ മാത്രമുള്ള പല മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. പാലക്കാട് രമേശ് പിഷാരടിയുടെ പേരടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ മണലൂർ TN പ്രതാപൻ അടക്കം അങ്ങനെ ഏറെക്കുറെ ഒരു 30ഓളം സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒറ്റ പേരിലേക്ക് വന്നിട്ടുണ്ട്. ആ പേരുകൾ അടക്കം 50 പേരുടെ പേര് 2-3 ദിവസത്തിനുള്ളിൽ പുറത്തു വിടും എന്നാണ് UDF വക്താക്കൾ അല്ലെങ്കിൽ UDFന്റെ പ്രധാന നേതാക്കൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇക്കുറി നമ്മൾ കാണുന്ന ഒരു കാഴ്ച LDFൽ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു കീറാമുട്ടിയാവുന്നു. LDFൽ മാത്രമല്ല CPMൽ അത് അതിലേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കോ വലിയൊരു ഭൂകമ്പത്തിലേക്കോ ഒക്കെ പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എന്നതാണ് അവസ്ഥ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും
ഉയർത്തിപ്പിടിച്ചിരുന്ന ഒന്നായിരുന്നു ജനാധിപത്യ കേന്ദ്രീകരണം എന്ന സംഘടനാ തത്വം. വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടിയെന്നും മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്നുമുള്ള വിശ്വാസമാണ് ഇന്ന് CPM-ൽ തകർന്നടിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിലെ വലിയ ഭിന്നതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലില്ലാത്ത വിധം ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബ താൽപ്പര്യങ്ങളുടെയും തടവറയിലായിരിക്കുന്നു. ഇതിന്റെ കൃത്യമായ സൂചനകളാണ് പുറത്തുവരുന്ന സ്ഥാനാർത്ഥി പട്ടികകൾ നൽകുന്നത്. ഒരു കാലത്ത് പാർട്ടിയാണ് താരം എന്ന് വിശ്വസിച്ചിരുന്ന അണികൾ ഇന്ന് യജമാനനും ദാസന്മാരുമെന്ന പുതിയ ശൈലിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. ജില്ലാ കമ്മിറ്റികളെ നോക്കുകുത്തിയാക്കി പിണറായി വിജയൻ നടത്തുന്ന കരുനീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. CPM-ന്റെ ആദർശങ്ങളെല്ലാം പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വച്ചിരിക്കുകയാണ്. കുടുംബവാഴ്ചയും വ്യക്തി താൽപ്പര്യങ്ങളും പിടിമുറുക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി രക്തം ചീന്തിയ സാധാരണക്കാരായ പ്രവർത്തകർ വിസ്മരിക്കപ്പെടുന്നു. ഈ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് പാർട്ടിയെ സ്വാഭാവികമായ തകർച്ചയിലേക്കാണ് എത്തിക്കുന്നത്. ന്യായീകരണ തൊഴിലാളികൾക്ക് എത്ര കാലം ഇങ്ങനെയൊക്കെ വെള്ളപൂശാൻ കഴിയുമെന്നത് വരും തെരഞ്ഞെടുപ്പുകളിൽ കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ. ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കുന്ന പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തർക്ക് മാത്രം മുൻഗണന ലഭിക്കുന്നു എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. എന്താണ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള പൊതുവായ മാനദണ്ഡം എന്നത് മുഖ്യമന്ത്രിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായി മാറിയിരിക്കുന്നു. പാർട്ടിയോട് കൂറ് പുലർത്തുന്നവരെക്കാൾ വ്യക്തിപരമായ വിധേയത്വം പുലർത്തുന്നവർക്ക് ടിക്കറ്റ് ലഭിക്കുന്നു എന്ന തോന്നൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട്. കഴിവുകെട്ട പലരെയും തഴയുന്നതും ചിലരെ അപ്രസക്തമായ മണ്ഡലങ്ങളിലേക്ക് മാറ്റുന്നതും ഇതേ ഇഷ്ടക്കാരുടെ പട്ടിക സുഗമമാക്കാനെന്ന വിമർശനം ശക്തമാണ്. സംഘടനാ ചുമതലയുള്ള ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് CPM-ൽ അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്ന രീതിയല്ല. എന്നാൽ ഇത്തവണ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ സെക്രട്ടറിമാർ തന്നെ സ്ഥാനാർത്ഥികളാകാൻ കച്ചമുറുക്കുന്നത് കേഡർ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ തകരുന്നതിന്റെ തെളിവാണ്. സംഘടനയെ നയിക്കേണ്ടവർ തന്നെ അധികാരത്തിലേക്ക് കണ്ണുവെക്കുമ്പോൾ അത് പാർട്ടിയുടെ കരുത്തിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയായി വിലയിരുത്തപ്പെടുന്നത് KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റാനുള്ള നീക്കമാണ്. ജനകീയയായ ശൈലജ ടീച്ചർ നിയമസഭയിൽ എത്താതിരിക്കാൻ പിണറായിയുടെ ബുദ്ധികേന്ദ്രങ്ങൾ മെനഞ്ഞെടുത്ത തന്ത്രമാണിത്. UDF-ന്റെ ഉരുക്കുകോട്ടയായ പേരാവൂരിൽ കരുത്തനായ സണ്ണി ജോസഫിനോട് ഏറ്റുമുട്ടി ശൈലജ പരാജയപ്പെട്ടാൽ അത് പാർട്ടിക്കകത്തും പുറത്തും അവരിലുള്ള സ്വാധീനം ഇല്ലാതാക്കാൻ സഹായിക്കും. ശൈലജ ഇല്ലാതാക്കുന്നതോടെ പിണറായിയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് മരുമകൻ മുഹമ്മദ് റിയാസിന് വഴി സുഗമമാകും. ഇതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. റിയാസിന് ഭീഷണിയാകാൻ സാധ്യതയുള്ളവരെയെല്ലാം വെട്ടിനിരത്തുന്ന നിശബ്ദ വിപ്ലവമാണ് ഇപ്പോൾ CPM-ൽ നടക്കുന്നത്. ഏതായാലും യഥാർത്ഥ പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിലാണ്. ഇരു മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച ഗൗരവമായ ചർച്ചകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. UDF 50 സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക ഇതിനകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ 20ഓളം സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLA-മാരാണ്. ഒരുപക്ഷെ പാലക്കാടും തൃപ്പൂണിത്തറയിൽ മുൻ മന്ത്രി കൂടിയായിരുന്ന K. ബാബു ഇക്കുറി മത്സരത്തിന് ഇല്ല എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തൃപ്പൂണിത്തറയിലും ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായ ഒരു സാഹചര്യത്തിൽ അവിടെയും പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഇടതുമുന്നണിയിലാണ് കൂടുതലായിട്ട് ഉരുണ്ടുകൂടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് വളരെ പ്രഗത്ഭരായ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന KK ശൈലജയെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജയ്ക്ക് അവരുടെ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ ഇക്കുറി മത്സരിക്കാൻ അവസരം നൽകേണ്ടതില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ചതിൽ
അവരുടെ പേരില്ല, മട്ടന്നൂരിൽ അവരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ അലോസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കെ കെ ശൈലജ ഒട്ടും തൃപ്തയല്ല. പക്ഷെ ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവരെ പേരാവൂരിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. പേരാവൂരിൽ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനെതിരെ മുമ്പൊരിക്കൽ അവർ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പേരാവൂര് കെ കെ ശൈലജയ്ക്ക് എത്രമാത്രം സുരക്ഷിത മണ്ഡലമാണ് എന്ന് കണ്ടറിയേണ്ടി വരും. ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂരിൽ 60,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അവർ വിജയിച്ചത്. ഒരുപക്ഷെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ. ആ മണ്ഡലം അവർക്ക് നിഷേധിച്ചിട്ട് പകരം കുറെ കൂടി CPM നേതൃത്വത്തിന് താല്പര്യമുള്ള, കുറെ കൂടി അവരോട് ചേർന്ന് നിൽക്കുന്ന DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയ VK സനോജിനെ അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിൽ സ്വരാജ് മത്സരിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. സെക്രട്ടേറിയറ്റും അംഗം കൂടിയായ CPM നിലമ്പൂരിൽ മത്സരിപ്പിച്ച് അവിടെ പരാജയപ്പെട്ടെങ്കിലും CPM-ലെ ഏറ്റവും പ്രഗത്ഭ നേതാക്കളുടെ പട്ടികയിൽപ്പെടുന്ന, ഏറ്റവും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനും അപഗ്രഥിക്കാനും ശേഷിയുള്ള നേതാവെന്ന് പൊതുവെ പരിഗണിക്കപ്പെടുന്ന M സ്വരാജിനെ ഇത്തവണ മത്സരിപ്പിക്കുന്നില്ല എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. സ്വരാജിന് പകരം വൈപ്പിനിലെ സിറ്റിംഗ് MLA ആയ KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിക്കാനാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പൊതുവിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ ഒരു പട്ടികയാണ് തയ്യാറാക്കപ്പെടുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞ CPM-ന്റെ ഈ സമീപകാലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്ന നേതാവ് എന്ന് പറയുന്നത് KK ശൈലജയാണ്. അപ്പോൾ ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും അവരെ മട്ടന്നൂർ പോലുള്ള ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് മാറ്റി പേരാവൂർ പോലെ ഒരുപക്ഷെ ജയിച്ചു കയറാൻ പോലും പ്രയാസമുള്ള, ഏറെക്കുറെ അടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന പേരാവൂരിലേക്ക് മാറ്റുമ്പോൾ ഒരുപക്ഷെ പാർട്ടിയുടെ മനസ്സിലും മുഖ്യമന്ത്രിയുടെ മനസ്സിലും തനിക്ക് ഭീഷണിയാകുന്ന ഒരാൾ അങ്ങനെ ജയിച്ചു വരണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി വേണ്ട എന്നൊരു ചിന്ത ആ പാർട്ടിയുടെ മനസ്സിലുണ്ടോ എന്ന് വേണം ചിന്തിക്കാൻ. മറ്റൊരു ആരോപണം ഉയരുന്നത്, പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം വെട്ടി നിരത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കസേരയ്ക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് പിണറായി ആഗ്രഹിക്കുന്ന മുഹമ്മദ് റിയാസിന് ഒരു ഭീഷണി ഉണ്ടാവുന്ന ആരും തന്നെ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരണ്ട എന്ന ഒരു 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 നിലപാട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടും സമീപനവും ഈ പാർട്ടിക്ക് ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാർട്ടിയിൽ പ്രായപരിധി നടപ്പിലാക്കുന്നതിൽ പിണറായി വിജയൻ കാണിക്കുന്ന ഇരട്ടത്താപ്പ് പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. 80 പിന്നിട്ട മുഖ്യമന്ത്രിക്ക് പ്രായം ഒരു തടസ്സമേയല്ല. ഇടുക്കിയിലെ ജനകീയ നേതാവായ MM മണിയെ പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്താനുള്ള നീക്കം അഗ്നിപർവ്വത്തിനുമേൽ അടയിരിക്കുന്നതിന് തുല്യമാണ്. മണിയെപ്പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയാൽ ഇടുക്കിയിൽ പാർട്ടി നേരിടാൻ പോകുന്നത് വലിയ പൊട്ടിത്തെറിയായിരിക്കും. നേതാക്കളുടെ താൽപ്പര്യത്തിനനുസരിച്ച് മാനദണ്ഡങ്ങൾ വളച്ചൊടിക്കുന്നത് CPM എന്ന കേഡർ പാർട്ടിയുടെ ആശയ തകർച്ചയാണ്. പാർട്ടി ഇതുവരെ ഈ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി ഇതുവരെ ചർച്ച നടത്തിയായിട്ട് പോലും എനിക്കറിയില്ല. അത് മത്സരിക്കുന്ന വേണ്ട എന്നൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുക. ഞാൻ ഒരു ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള പോലുള്ള ഇച്ചിരി ഷോറൊക്കെ ഉണ്ട് എനിക്ക്. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉള്ളതാണ്. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ജയചന്ദ്രനെ പാർട്ടി തീരുമാനിച്ചാൽ ജയചന്ദ്രൻ മത്സരിക്കും. തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ ഈ നിലവിലുള്ള ഒരു ഇതനുസരിച്ച്, പാർട്ടിയുടെ ഒരു ലൈൻ അനുസരിച്ച് 2 തവണയിൽ കൂടുതൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വീണ്ടും അവസരം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് പാർട്ടി മുമ്പ് എടുത്തിരിക്കുന്നത്. അത് പാർട്ടി പ്ലീനത്തിലും അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസിലും ദേശീയ നേതൃത്വമൊക്കെ എടുത്തിട്ടുള്ള ഒരു ലൈനാണ്. പക്ഷെ ഇത്തവണ നമ്മൾ കാണാൻ കഴിയുന്നത് തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ, പ്രധാനമായിട്ടും തൃശ്ശൂരിലെ മണലൂരും കുന്നംകുളവും, ഈ രണ്ടിടത്തും നിലവിലുള്ള MLA-മാർ 2 ടേം പൂർത്തിയാക്കിയവരാണ്. പക്ഷെ ആ ഒരു മാനദണ്ഡം വേണ്ട ഉപേക്ഷിച്ചുകൊണ്ട് മണലൂരിൽ ഇക്കുറി UDF-ന്റെ സ്ഥാനാർത്ഥി TN പ്രതാപനാണെന്നാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ TN പ്രതാപനെ പോലെ ഒരാളെ നേരിടാനായിട്ട് കഴിഞ്ഞ തവണ
മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ പി രവീന്ദ്രനാഥ്, അദ്ദേഹം മുൻപ് പുതുക്കാടാണ് മത്സരിച്ച് ജയിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഇത്തവണ വീണ്ടും മണലൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. മണലൂരിലെ വിജയസാധ്യതയാണ് ടി എൻ പ്രതാപന് ഒരുപക്ഷെ അവിടെ വിജയസാധ്യതയുണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാകാം ഈ 2 ടേം എന്ന് പറയുന്ന വ്യവസ്ഥ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് രവീന്ദ്രനാഥിനെ മണലൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ അതിലേറെ പ്രധാനം 2 തവണ പൂർത്തിയാക്കിയ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണ്ട എന്ന് പാർട്ടി ഏറെക്കുറെ തീരുമാനിച്ചിരുന്ന AC മൊയ്തീൻ എന്ന് പറയുന്ന മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്ന AC മൊയ്തീൻ വീണ്ടും കുന്നംകുളത്ത് കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. AC മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേരിൽ കരുവന്നൂർ അടക്കമുള്ള കരുവന്നൂർ ബാങ്ക് അഴിമതി അടക്കമുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തതാണ്. അദ്ദേഹത്തിനെതിരെ ആ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ആരോപണങ്ങളുടെ നിഴലിലാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആയിട്ട് അടുത്ത ബന്ധമുള്ള പലരും കരുവന്നൂർ കേസിൽ പ്രതിപട്ടികയിലുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ AC മൊയ്തീൻ ഇക്കുറി മത്സരത്തിന് ഉണ്ടാവില്ല. 2 ടേം വ്യവസ്ഥ ഒരു വശത്ത്, മറുവശത്ത് ആരോപണ വിധേയമായിട്ടുള്ള ഒരവസ്ഥ. ഇതെല്ലാം വെച്ചുകൊണ്ട് AC മൊയ്തീനെ മാറ്റി നിർത്തും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയപ്പോൾ ഈ 2 പേരെയും സ്ഥാനാർത്ഥികളാക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് ഒന്ന്, പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കെല്ലാം സുരക്ഷിത മണ്ഡലങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളവർക്കെല്ലാം ടേം ഒന്നും ബാധകമാക്കാത്ത സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. മറ്റൊന്ന്, ഈ കുറി ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് എന്ന തിരിച്ചറിവില് വിജയസാധ്യത മാത്രം, മറ്റെല്ലാ കാര്യങ്ങളും അപ്രസക്തമാകുന്നു, വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ഈ നീക്കം, അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലെ നീക്കമൊക്കെ കാണിക്കുന്നത്. ഇതിനിടയിലാണ് ഇടുക്കിയില് ഉടുമ്പൻചോലയില് മണിക്ക് ഇത്തവണ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും, വീണ്ടും വിജയസാധ്യത കണക്കിലെടുത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കും എന്നൊരു ഇതുണ്ടായിരുന്നെങ്കിലും ഇക്കുറി MM മണിയെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല, പകരം അവിടെ പാർട്ടിയുടെ നേതാവായിരുന്ന ജയചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. മണി കലിപ്പിലാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത. അദ്ദേഹം ഇന്നലെ നടത്തിയത്, എനിക്ക് സ്വല്പം ഷുഗറും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, വീണ്ടും ഒരു അംഗത്തിനുള്ള ബാല്യമൊക്കെ ഇപ്പോഴും എനിക്കുണ്ട്, എൻ്റെ പോലത്തെ അസുഖങ്ങളൊക്കെ എനിക്ക് പകരം നിർദ്ദേശിക്കപ്പെട്ട ആളിനും ഉണ്ട് എന്നൊക്കെയാണ് മണി പറയുന്നത്. അതിനർത്ഥം മണി അസംതൃപ്തനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ജില്ലാ സെക്രട്ടറിമാർ ഇത്തവണ മത്സരിക്കേണ്ട എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ നാസർ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥിയാകുന്നു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിച്ച ജില്ലാ സെക്രട്ടറി ജോയി ആറ്റിങ്ങലിൽ മത്സരിച്ച് നേരിയ വ്യത്യാസത്തിലാണ് അദ്ദേഹം തോറ്റത്. ജോയി ഇത്തവണ മാറി നിൽക്കും എന്നാണ് വിചാരിച്ചിരുന്നെങ്കിലും ജോയിയും മത്സരരംഗത്ത് ഉണ്ടാകും എന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. വേറെയും ചില ജില്ലാ സെക്രട്ടറിമാർ ഇക്കുറി മത്സരിച്ചേക്കും എന്നുള്ള തോന്നലുണ്ട്. അങ്ങനെയാണ് KV അബ്ദുൽ ഖാദർ ഇത്തവണയും തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം ഗുരുവായൂരിലെ അദ്ദേഹം ഇക്കുറി മത്സരരംഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് കരുതിയിരുന്നെങ്കിലും ഇതാണ് സാധ്യതയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെയും മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നു കൂടായികയില്ല. അതുപോലെ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് മത്സരിക്കണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ ഏത് സീറ്റ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പാലക്കാട് ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടി നേരിടുന്നുണ്ട്. അതായത് വിമതരുടെ കൺവെൻഷൻ, പാർട്ടിയുമായിട്ട് അടഞ്ഞു നിൽക്കുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിമതരും അതുപോലെ തന്നെ വടക്കഞ്ചേരി മേഖലയിലെ വിമതരും ഒക്കെ 5-ാം തീയതി വലിയ കൺവെൻഷൻ ചേരുകയാണ്. അപ്പൊ ആ കൺവെൻഷൻ പാലക്കാട് പ്രസന്ന ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ ചേരുമ്പോൾ ഏറ്റവും കൗതുകപൂർവ്വം ഉറ്റുനോക്കുന്നത് പാർട്ടിയോട് അടഞ്ഞ് നിൽക്കുന്ന, കുറെ കാലമായിട്ട് അടഞ്ഞു നിൽക്കുകയും UDF-ഉമായിട്ട് ഇതിനകം ചില ചർച്ചകളൊക്കെ നടത്തി എന്ന് പറയുന്ന PK ശശി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമോ എന്ന കാര്യം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. PK ശശി ആ കൺവെൻഷനിൽ പങ്കെടുത്താൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയേക്കാം. അങ്ങനെ വന്നാൽ അദ്ദേഹം ഒറ്റപ്പാലത്ത് സ്വതന്ത്രനായി മത്സരിച്ചേക്കും. ഒറ്റപ്പാലത്ത് അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ UDF പിന്തുണ നൽകിയേക്കും എന്നൊക്കെയുള്ള വാർത്തകളും ഇതിനകം പുറത്തു വന്നിരുന്നു. അത് കൺഫർമേഷനുള്ള കാര്യമല്ല. UDF അദ്ദേഹത്തെ സ്വീകരിക്കും. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ അങ്ങനെ UDF തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് വന്നിട്ടില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അതിന്റെ മുന്നോടിയായിട്ടാണെന്ന് വേണം വിചാരിക്കാൻ. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്.
അപ്പൊ അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും CPM-ൽ ഒരുപാട് പ്രശ്നങ്ങൾ പല ജില്ലകളിലും, തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും എല്ലാം നിരവധി പ്രശ്നങ്ങൾ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിനെ കുടുംബവാഴ്ചയുടെ പേരിൽ എന്നും പരിഹസിക്കാറുള്ള CPM ഇപ്പോൾ അതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. A. വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് ലഭിച്ചു. അവർ മന്ത്രിയുമായി. ഇപ്പോൾ MV ഗോവിന്ദൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നി PK ശ്യാമളയ്ക്ക് വേണ്ടി ചരടുവലികൾ നടക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരുള്ളപ്പോൾ നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും സീറ്റ് സംവരണം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻ സെക്രട്ടറി A. വിജയരാഘവന്റെ ഭാര്യ R. ബിന്ദുവിന് മന്ത്രിസ്ഥാനം നൽകി. ഇപ്പോൾ നിലവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പത്നി PK ശ്യാമളയെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം നടക്കുകയാണ്. പാർട്ടിയിലെ സമുന്നതരും പിണറായിയുടെ ഇഷ്ടക്കാരും പലരെയും തഴഞ്ഞുകൊണ്ടാണ് നേതാക്കളുടെ ഭാര്യമാർക്കു വേണ്ടി റെഡ് കാർപ്പറ്റ് വിരിക്കുന്നത്. ഇത് കേഡർ പാർട്ടിയുടെ അന്തസ്സിന് വലിയ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. പാർട്ടി ഫണ്ട് മോഷ്ടിച്ചെന്ന ഗുരുതരമായ ആരോപണം നേരിടുന്ന മധുസൂദനെ പോലുള്ളവർക്ക് വീണ്ടും സീറ്റ് നൽകാൻ കാണിക്കുന്ന ഉത്സാഹം പാർട്ടിയുടെ ധാർമ്മിക അധപതനത്തിനെയാണ് കാണിക്കുന്നത്. അഴിമതിക്കാരെയും പണം തട്ടുന്നവരെയും സംരക്ഷിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും ജനപിന്തുണ ഉള്ളവരെയും ഒതുക്കുകയും ചെയ്യുന്ന നയം പിണറായി ഭരണം പാർട്ടിയെ എവിടെ എത്തിച്ചു എന്നതിന്റെ തെളിവാണ്. പുതിയ അധികാര കേന്ദ്രീകരണത്തിൽ AK ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കൾ അനുഭവിക്കുന്ന അവഗണനയും ചർച്ചയാകേണ്ടതാണ്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി സീറ്റ് മോഹിച്ച ബാലന് പാർട്ടി ഭരണഘടനയും മാനദണ്ഡങ്ങളും പറഞ്ഞ് ടിക്കറ്റ് നിഷേധിച്ചവർ പാർട്ടി സെക്രട്ടറിമാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്നു. ചിലർക്ക് ഒരു നീതിയും മറ്റു ചിലർക്ക് മറ്റൊരു നീതിയും എന്നതാണ് ഇപ്പോഴത്തെ CPM ശൈലി. മുതിർന്ന നേതാക്കളെ ഒതുക്കി സ്വന്തം വിശ്വസ്തരെ മാത്രം താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള പിണറായി വിജയന്റെ താൽപ്പര്യമാണ് ഇതിന് പിന്നിലെന്ന് പകൽ പോലെ വ്യക്തം. CPM നേരിടുന്നത് ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയല്ല, മറിച്ച് അധികാരത്തോടുള്ള അത്യാർത്തിയുടെ പ്രതിസന്ധിയാണ്. പാർട്ടി എന്നത് ഒരു വ്യക്തിയുടെയോ കുറച്ച് നേതാക്കളുടെയോ തറവാട് സ്വത്തായി മാറുന്നത് അപകടകരമാണ്. ജനങ്ങളത് തിരിച്ചറിയണം. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും അടിച്ചേൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെയും കുടുംബവാഴ്ചയെയും കേരളത്തിലെ വോട്ടർമാർ എങ്ങനെ നേരിടുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ന്യായീകരണ തൊഴിലാളികൾക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം CPM എന്ന പ്രസ്ഥാനം വ്യക്തി കേന്ദ്രീകൃതമായി മാറിയിരിക്കുന്നു. ഇതിന്റെ കൃത്യമായ സൂചനയാണ് ഈ സ്ഥാനാർത്ഥി തർക്കങ്ങൾ. സ്ഥാനാർത്ഥി നിർണയം വലിയ പൊട്ടിത്തെറികളിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ, അതുപോലെ ഘടകകക്ഷികളായിട്ടുള്ള കാര്യത്തിലും CPM-ന് ഇതുവരെ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. കേരള കോൺഗ്രസ് 13 സീറ്റിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. കഴിഞ്ഞ തവണ 13 സീറ്റുകൾ മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് CPM കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. 13 സീറ്റുകളിലും ആ സീറ്റുകൾ കിട്ടിയേ തീരൂ എന്നൊരു പ്രശ്നത്തിൽ ഒരു പിടിവാശിയിലാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന നിലപാടാണ് ജോസ് കെ മാണിയുടെ. അതുപോലെ INL കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് പിളർന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ 3 സീറ്റിലാണ് INL മത്സരിച്ച്. പക്ഷെ പിളർന്ന സാഹചര്യത്തിൽ INL-ലെ മറുവിഭാഗത്തിന് ഒരു സീറ്റ് കൊടുക്കേണ്ടി വരും എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നീക്കുപോക്കിന് CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. തങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ 3 സീറ്റ് വേണം എന്ന് തന്നെയാണ് INL-ന്റെ നിലപാട്. അതുപോലെ രാഷ്ട്രീയ ജനതാദൾ, ശ്രേയംസ് കുമാർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജനതാദളും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി പരിഗണന വേണം. കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം കിട്ടാത്തതിന്റെ ഒരു ഭിന്നതയൊക്കെ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ അവർക്കുണ്ടായിരുന്നു. അവരും കളം മാറും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വാർത്തകളും വന്നതാണ്. അപ്പൊ അവരെയും അനുനയിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട്. മുന്നണി വിടുമോ ഇല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഏതാണ്ട് അങ്ങനെ ഒരു സാധ്യത കുറവാണെങ്കിൽ പോലും അവരും വളരെ അസംതൃപ്തരാണ്. ഈ കുറി കൂടുതൽ പരിഗണന വേണം എന്നുള്ള ആവശ്യം അവരും മുന്നോട്ട് വെക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനത്തെക്കാൾ അധികം കൂടുതലായിട്ടും CPM-ൽ തന്നെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ്. സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രമുഖ നേതാക്കളെയും മൂലക്കിരുത്താൻ, ഉദാഹരണത്തിന് ആലപ്പുഴയിൽ G. സുധാകരൻ ഇക്കുറി മത്സരിക്കാൻ മോഹിച്ചിരുന്നു എന്നതൊരു രഹസ്യമല്ല.
അദ്ദേഹത്തെ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചേക്കാം എന്നൊരു തോന്നൽ അല്ലെങ്കിൽ വാർത്തകളും വന്നിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അപ്പോൾ അദ്ദേഹം ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് പോകുമോ, UDFന്റെ യോഗങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തതാണ്, ആ രീതിയിൽ എന്തെങ്കിലും വലിയ ചുവടുവെപ്പുകൾ അദ്ദേഹം നടത്തിയേക്കുമോ എന്നുള്ള കാര്യത്തിലും പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വാർത്ത, ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് ഞാൻ മത്സരിപ്പിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ ഭർത്താവ്, മുൻ എന്താ പറയുക, ജോർജ് എന്ന് പറയുന്ന കക്ഷി മുൻ ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറി കൂടിയാണ്, സഭാ സെക്രട്ടറി കൂടിയായ അദ്ദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. തോമസ് ഐസക് പങ്കെടുത്ത യോഗത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാണ് പറയുന്നത്. വീണയെ വീണ്ടും ആറന്മുളയിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നതിന് അവരുടെ പേരുകൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പട്ടികയിൽ ഉണ്ട് താൻ. ആ സാഹചര്യത്തിലാണ് ഇനി ഒരിക്കൽ കൂടി അവരെ മത്സരിപ്പിക്കരുത് എന്ന നിലയ്ക്ക് അവരുടെ ഭർത്താവ് തന്നെ, അദ്ദേഹം വളരെ കരുത്തനാണ്, ഒരുപക്ഷെ ഓർത്തഡോക്സ് സഭയായിട്ട് കഴിഞ്ഞ കുറി ഏറ്റവും വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഏറ്റവും മുൻകൈയെടുത്ത വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് സഭയ്ക്കും പാർട്ടിക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് വീണ മത്സരിക്കരുതെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ്, അതിന്റെ പൊരുൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ വീണയുടെ ആരോഗ്യം ഉണ്ടാകാം, അദ്ദേഹത്തിന്റെയും ആരോഗ്യസ്ഥിതി മോശമാണെന്നുള്ള വാർത്ത, ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തോ അറിയില്ല. ഏതായാലും അതും പാർട്ടിക്ക് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. പാർട്ടിയുടെ അടിത്തറയായ ജില്ലാ കമ്മിറ്റികൾ ഇന്ന് കേവലം റബ്ബർ സ്റ്റാമ്പുകളായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും ജില്ലാ സെക്രട്ടറിമാർ തന്നെ സ്ഥാനാർത്ഥികളാകാൻ മത്സരിക്കുന്നത് പാർട്ടിയിൽ വന്ന പ്രത്യയശാസ്ത്ര അപജയത്തെയാണ് കാണിക്കുന്നത്. പിണറായിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് എന്തുമാകാമെന്ന അവസ്ഥയാണിന്ന്. CPM നേരിടുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കാൾ വലിയ ആഭ്യന്തര തകർച്ചയാണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കായി പ്രസ്ഥാനത്തെ ബലി കൊടുക്കുമ്പോൾ വിയർപ്പൊഴുക്കിയ സാധാരണ പ്രവർത്തകരുടെ വികാരം പാർട്ടിയെ വേട്ടയാടും. KK ശൈലജയെ പോലുള്ളവരെ ചതിക്കുഴിയിൽ വീഴ്ത്തിയും സ്വന്തം ബന്ധുക്കൾക്ക് വഴിയൊരുക്കിയും പിണറായി വിജയൻ നടത്തുന്ന ഈ അധികാര അഭ്യാസം വരും ദിവസങ്ങളിൽ CPMൽ വലിയൊരു ലഹളയ്ക്ക് കാരണമാകുമെന്നത് ഉറപ്പാണ്. അഴിമതിക്കാരെ പുൽകുന്നതും ജനകീയരെ തഴയുന്നതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയാണെന്ന് വോട്ടർമാർ തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല.